മതി കളിച്ചത്, എല്ലാരും റെഡി ആയിക്കേ, ബീച്ചിൽ പോണ്ടേ. മോനേടാ മക്കളെ വാ, എല്ലാവരും വാ, നമുക്ക് ആ പോച്ചപ്പുറത്ത് പോയിരുന്ന് അച്ചാച്ച ഒരു കഥ പറഞ്ഞുതരാം എല്ലാവർക്കും. മോനെ ഡാ വാ, ആ പോച്ചപ്പുറത്ത് പോയിരിക്കാം. അവിടെ പോയിരുന്നിട്ട് എന്തോ കഥയെന്നറിയോ, പണ്ട് നമ്മളെപ്പോലെ ഇതുപോലെ ഒരു അച്ചാച്ചനും കുട്ടികളും എല്ലാം കൂടെ കടപ്പുറത്ത് കാണാൻ വന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവറും കുപ്പിയൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞ കുപ്പിയും ഇതുമൊക്കെ കണ്ടപ്പോൾ മീനുകൾ എന്ന് വിചാരിച്ചു അത് ആഹാരമാണെന്നും പറഞ്ഞ് വന്നെടുത്ത് കഴിച്ചിട്ട് അതിലൊരു മീനിന് വയറ് കയറിയങ്ങ് വീർത്തു. അതിന് അസുഖമായി. എന്ത് പറ്റി? ആ പ്ലാസ്റ്റിക് കഴിച്ചുകൊണ്ട് മോൻ പറഞ്ഞത് കറക്റ്റാണ്. അതിൻ്റെ വയറ് കയറിയങ്ങ് വീർത്ത് ചത്തുപോയി. അങ്ങനെ മീനുകൾ ചത്തുപോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം മോള് പറഞ്ഞു. അതെ മോള് പറഞ്ഞാൽ കറക്റ്റ്. ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവരണം. അറിയാം, സിബാരെ അറിയത്തില്ല മോനെ? അത് തന്നെ, അതിൽ കൊണ്ട് നിക്ഷേപിക്കണം. അതാണ് നല്ലത്. അപ്പം ആൾക്കാർ കടലിലോട്ടൊന്നും വലിച്ചെറിയത്തുമില്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. ഈ പ്ലാസ്റ്റിക്കുകളും അതേപോലെ തന്നെ നമ്മൾ വലിച്ചെറിയരുത്. ഈ ചിപ്സൊക്കെ കഴിച്ചതിന് ശേഷം അതും ഇതുപോലെ വേസ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, നല്ല കഥയല്ലേ? പൂർവികർ നമുക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ സമ്മാനമാണ് നമ്മുടെ പ്രകൃതി. നശിപ്പിക്കാതെ പരിപാലിച്ച് വീണ്ടും വീണ്ടും മനോഹരിയാക്കി നമുക്ക് പ്രകൃതിയെ നമ്മുടെ വരും തലമുറകൾക്കായും കരുതി വെക്കാം.